വർക്കല ചെമ്മരുതി ഗ്രാമപഞ്ചായത്ത് ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന നിർണായക ശക്തിയായി BSP മാറി. കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയിലും BSP ആയിരുന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്. മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലിനീസ് സ്ട്രേറ്റ് ഫോർവേഡിനോട് ചെമ്മരുതി ഗ്രാമപഞ്ചായത്തിനെ കഴിഞ്ഞ 5 വർഷം നയിച്ച ചെമ്മരുതി ഗ്രാമപഞ്ചായത്ത് ഭരണം ആരാണെന്ന് തീരുമാനിക്കുന്ന BSPയുടെ കരുത്തനായ നേതാവ് ചെമ്മരുതി ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റുമായ ലിനീസ് സ്ട്രേറ്റ് ഫോർവേഡിനോട്. ബഹുമാനപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, ഇത്തവണയും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇന്ന് നമ്മുടെ സ്ഥാനാർത്ഥിയുടെ നമ്മുടെ മെമ്പറുടെ സത്യപ്രതിജ്ഞയാണ്. ഈ സത്യപ്രതിജ്ഞ കഴിയുമ്പോൾ തന്നെ ഏകദേശം വ്യക്തമാവും നമ്മുടെ ചെമ്മരുതി ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണം ആർക്കും നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പ്രക്രിയയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം 9 LDF, 9 UDF, ഒരു BJP, ഒരു BSP എന്ന രീതിയിലാണ് കക്ഷിനില. കഴിഞ്ഞ 2 പ്രാവശ്യവും ബഹുജൻ സമാജ് പാർട്ടി പിന്തുണ കൊടുത്തത് നമ്മുടെ CPM, അതായത് പിണറായി സർക്കാരിനാണ്. ഇത്തവണ ഒരു മാറ്റം വരുത്തിക്കൊണ്ട് വളരെ ദീർഘവീക്ഷണത്തോടുകൂടി തന്നെ എല്ലാ പാർട്ടിക്കാരുടെയും പ്രവർത്തനങ്ങൾ വിലയിരുത്തി സംസ്ഥാന കമ്മിറ്റിയുടെയും അതുപോലെ തന്നെ നമ്മുടെ കോർഡിനേറ്റർമാരുടെയൊക്കെ നേതൃത്വത്തിൽ കഴിഞ്ഞ 5-ാം തീയതി നടന്ന സംസ്ഥാന മീറ്റിങ്ങിൽ UDFന് പിന്തുണ കൊടുക്കണമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ സത്യപ്രതിജ്ഞ കഴിഞ്ഞ് ഇനി ഒരു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പോകുമ്പോൾ UDFന് പിന്തുണ കൊടുത്തുകൊണ്ടായിരിക്കും ബഹുജൻ സമാജ് പാർട്ടി മുന്നോട്ട് പോകുന്നത് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമസ്കാരം സാർ. കരുത്തനായ BSPയുടെ നേതാവ് ലിനീസ് സ്ട്രേറ്റ് ഫോർവേഡിനോട് ഈ അവസരം തന്നതിന് നന്ദി. നമസ്കാരം സാർ. വികസന കാര്യങ്ങളിൽ ചെമ്മരുതി പഞ്ചായത്തിന് മാതൃകയായ ഒരു ഭരണസമിതി 2010-15 കാലഘട്ടത്തിൽ ചെമ്മരുതിയിലുണ്ടായിരുന്നു. അതിൻ്റെ ഒരു തുടർച്ച എന്നോണം 2025 ഇപ്പോൾ അധികാരത്തിൽ വരാൻ പോകുന്ന UDF ഭരണസമിതി ധാരാളം വികസന പ്രവർത്തനങ്ങൾ ഈ നാടിന് വേണ്ടി സമർപ്പിക്കുന്നതാണ്. രാജീവ് ഗാന്ധി വിഭാവനം ചെയ്ത ഗ്രാമസ്വരാജും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി UPA ഗവൺമെൻറ് നടപ്പിലാക്കിയ പദ്ധതി അട്ടിമറിക്കുന്ന ഇന്നത്തെ കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെയും എങ്ങനെ ഗ്രാമത്തെ ജനങ്ങളെ പിടിച്ചു നിർത്താമെന്നും അവർക്ക് എന്തെല്ലാം ആനുകൂല്യങ്ങളും വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും നൽകാമെന്നും ഈ ഭരണസമിതി കൂട്ടായി ആലോചിച്ച് ഒരു തീരുമാനമെടുക്കുന്നതായിരിക്കും. ഈ ഗ്രാമത്തിൻ്റെ എല്ലാ ജനങ്ങളെയും രാഷ്ട്രീയ മതജാതി വ്യത്യാസഭേദമില്ലാതെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും എല്ലാവർക്കും ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനും ഈ നാടിൻ്റെ ആ പുതിയ കാലഘട്ടത്തിൽ നമ്മുടെ വളർന്നു വരുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളടക്കമുള്ള കാര്യങ്ങളിൽ ഒരു പുതിയ കാഴ്ചപ്പാടോടുകൂടിയുള്ള സമീപനമായിരിക്കും ഈ ഭരണസമിതി UDFൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി കാഴ്ചവെക്കുക എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അത്തരത്തിൽ ഒരു ഭരണം ഈ നാടിനെ എന്നും ഓർമ്മിക്കത്തക്ക ഒരു മുന്നേറ്റം കാഴ്ചവെക്കുന്ന കാലഘട്ടമായി മാറ്റാൻ നമ്മൾക്ക് ഒരുമിച്ച് സാധിക്കും എന്ന വിശ്വാസവും എനിക്കുണ്ട്. അങ്ങക്ക് 5 വർഷക്കാലത്തേക്കുള്ള സർവ്വ വിജയത്തിനും ആശംസകൾ നേർന്നുകൊണ്ട് യൂട്യൂബ് ചാനൽ. BSPയുടെ കരുത്തനായ സാരഥി ചെമ്മരുതി ഗ്രാമപഞ്ചായത്ത് ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന BSPയുടെ സാരഥി അനിത, അങ്ങക്ക് സ്റ്റേറ്റ് ഫോർവേഡിലേക്ക് സ്വാഗതം. സ്റ്റേറ്റ് ഫോർവേഡിലേക്ക് സ്വാഗതം. സ്റ്റേറ്റ് ഫോർവേഡിലേക്ക് സ്വാഗതം. വരാൻ പോകുന്ന 5 വർഷക്കാലം നല്ലൊരു ഭരണം സാധാരണ ജനങ്ങളിലേക്ക് കാഴ്ചവെക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അങ്ങക്ക് സ്റ്റേറ്റ് ഫോർവേഡിലേക്ക് സ്വാഗതം. ശ്രീ മണിലാൽ സാർ, UDFന് ചെമ്മരുതി ഗ്രാമപഞ്ചായത്തിൽ നേതൃത്വം നൽകിയ ഞെക്കാട് മല്ലാൽ സാർ, അതോടൊപ്പം തന്നെ കഴിഞ്ഞ 5 വർഷക്കാലം UDFനെ ചെമ്മരുതി ഗ്രാമപഞ്ചായത്തിൽ നയിച്ച ശ്രീ മണിലാൽ സാർ, സ്റ്റേറ്റ് ഫോർവേഡിനോട്. പ്രിയമുള്ളവരെ, ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ കമ്മിറ്റി ചെയർമാനായിരുന്നു ഞാൻ. കഴിഞ്ഞ പഞ്ചായത്ത് സമിതിയിൽ കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി ലീഡറും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിരുന്നു. ഭരണം പിടിക്കണം എന്ന ഉറച്ച ആഗ്രഹത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ ഇലക്ഷൻ വർക്ക് തുടങ്ങിയത്. ഭരണം പിടിക്കാൻ നമുക്ക് ഏതായാലും ജനങ്ങളുടെ അംഗീകാരവും ദൈവത്തിൻ്റെ സഹായവും ലഭിച്ചു എന്നതിൽ എനിക്ക് വളരെ ചാരിതാർത്ഥ്യമുണ്ട്. നമുക്കൊരുപാട് സ്വപ്നങ്ങളുണ്ട്. ഈ പഞ്ചായത്തിൻ്റെ ഭരണം UDFൻ്റെ കൈകൾ കെട്ടിക്കഴിഞ്ഞാൽ വികസന പ്രവർത്തനങ്ങളായാലും ക്ഷേമ പ്രവർത്തനങ്ങളായാലും എല്ലാം സർവോന്മുഖമായ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടികളും ഞങ്ങൾ ചെയ്തിരിക്കും എന്ന് ജനങ്ങൾക്ക് ഈ സമയത്ത് ഉറപ്പു തരികയാണ്.
ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് എന്നിവർ നൽകുന്ന, ജനങ്ങൾക്ക് നൽകുന്ന എല്ലാവിധ ആനുകൂല്യങ്ങളും ഈ പഞ്ചായത്തിൽ കൊണ്ടുവരികയും നടപ്പിലാക്കുകയും ചെയ്യും എന്നാണ് ഈ അവസരത്തിൽ നിങ്ങൾക്ക് എനിക്ക് ഉറപ്പു തരാനുള്ളത്.